കട്ട് ഓഫ് ചെയ്തല്ലേ പറ്റൂ വിഷ്ണു. ആ നമുക്ക് വേറെ എന്താ ഓപ്ഷനല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നിസ്സഹായതയാണോ? നിസ്സഹായാവസ്ഥ എന്ന് പറയാമോ? പക്ഷേ അതൊരു ബ്ലെസ്സിങ് ആണോ അതെ ആണെങ്കിൽ അതെ അതെ അതുമാണ്. അതെ. ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങ് മറക്കുകയാണ്. ഉം. സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ആം, എന്നെ വളരെയധികം ഞാൻ ഇല്ലാണ്ടായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഷോയിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൽ വന്നിട്ട് വീണ്ടും ഫോൺ നോക്കുന്നു, ഇത് സഹിക്കാൻ പറ്റാണ്ട് കരയണു, വീണ്ടും എന്താ പറയുക കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വീണ്ടും സ്റ്റേജിൽ കയറുന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ തൊട്ട് നിറുക്കി വെച്ച് കയറുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മോളിൽ നിന്ന് മോളെപ്പോ ഡ്രസ് മറന്നു പൊക്കോ എന്നുള്ളൊരു അനുഗ്രഹം തരും. അത് ഇതുവരെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടില്ല. അവന്തികയോട് എങ്ങനെയാണ് ഇത് ശരിയാണ് ഇത് തെറ്റാണ് അത് എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക? ഞാൻ അവളുടെ അടുത്ത് പറയാറുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുക. ഉം. അപ്പോൾ ഐസ്ക്രീം കഴിച്ചോളൂ, കഴിച്ചാൽ ഇതായിരിക്കും അവസ്ഥ, നിനക്ക് ചുമയുള്ളതാ, വയ്യാണ്ടാവും, കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഞാൻ അവൾക്ക് ശരിയും തെറ്റും ഇത് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, ഐസ്ക്രീം വേണോ? എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കഴിക്കാം മമ്മി. പക്ഷെ അവള് ചിന്തിക്കണല്ലോ, നമ്മളെപ്പോഴും ഒരാളുടെ അടുത്ത് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർ റിബലാവും. അത് മോളാണെങ്കിലും നമ്മൾ പേഴ്സണലി ആണെങ്കിലും. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കട്ടെ, അതിനല്ലേ ബുദ്ധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞാണെങ്കിലും ഞാൻ അവളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള രീതിയിൽ കൂടെ പോകണം എന്നുള്ളതാണ്. പിഴ പാപ്പുവിനെ കേൾപ്പിച്ചോ? പാപ്പുവിന് തന്നെ മനസ്സിലായില്ല ലിറിക്സ് എന്നിട്ട് 2-3 ദിവസം മുന്നേ ആണ് കാറിലിട്ടിട്ട് മമ്മി ഇതെന്താ വാട്ട് ഡസ് ഇറ്റ് മീൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവള് ഓക്കെ മമ്മി ഇറ്റ്സ് നൈസ്. പാപ്പു ഇനി ടീനേജിലൊക്കെ കിടക്കുമല്ലോ, കടന്നല്ലോ. അപ്പൊ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ടീനേജിലെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ആദ്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് മെച്ചോർഡായി. സ്റ്റിൽ അപ്പൊ അവരിപ്പോ പാപ്പ വന്നിട്ട് ആദ്യ പ്രണയം ആദ്യ ക്രഷ് ഒക്കെ വന്ന് പറയാന്ന് വെച്ചാൽ ഇതെങ്ങനെ ഡീൽ ചെയ്യാ? മമ്മിയെ കാണിച്ചു തരാൻ പറയുമല്ലോ. കാണിച്ചു തരുന്നുണ്ടോ ക്രഷിനൊക്കെ? ഇല്ല, ഇപ്പൊ ക്രഷിലേക്ക് എത്തിയിട്ടില്ല. ഞാനിങ്ങനെ അബി ഇടയ്ക്ക് ചോദിക്കും, ഒരു സ്കൂളിലൊക്കെ പോകുമ്പോ ഒരു ഫ്രണ്ട്സായിട്ട് നിൽക്കുമ്പോ അബി കുറച്ചും കൂടെ കൂട്ടാ പാപ്പുവിൻ്റെ അടുത്ത്, എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണിച്ചെന്നൊക്കെ പറയും. അപ്പൊ പാപ്പു ഇല്ല അബോണ്ട എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഇല്ല. പക്ഷെ ജൂനിയർ ക്ലാസ്സിൽ വരെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? വേണം. പക്ഷെ ഇപ്പം അതൊരു ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ആ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് പാപ്പു. നമ്മുടെ ചോയ്സസ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു വലിയ ലെസൺ അറിയുന്ന ഒരു കുട്ടിയാണ് പാപ്പു. അപ്പോൾ ഐ എം ഹോപ്പിംഗ്, ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അവൾക്ക് അതിൽ നിന്നുള്ളൊരു വിവേകം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും അവൾ വന്ന് പറയും. അപ്പോൾ ഞാനും അങ്ങനെയൊന്നും അവളുടെ അടുത്ത് എന്ത് തെറ്റ് ചെയ്താലും മമ്മി ഉണ്ട് കൂടെ എന്നുള്ളൊരു സാധനമാണ്. ഈവൻ ഇഫ് നമ്മള് പ്രണയിക്കുന്നതിൽ തെറ്റെന്താ പാപ്പുവിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? പ്രണയിക്കുന്നതിൽ തെറ്റുണ്ടെന്നോ? അല്ല, പ്രണയിക്കുന്നത് തെറ്റാന്നല്ല, പ്രണയിക്കുന്നതിൽ ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് മോളെ, ഇന്ന കാര്യങ്ങളിലുള്ള ഒരു ബിഹേവിയറുള്ള ഒരാളാണെങ്കിൽ നീ കുറച്ച് ഓരോ ഇപ്പൊ അവൾക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയത്തിലല്ല. അതായത് ഇപ്പോ അവള് ഏതൊരു പ്രായത്തിലാണ്, ഈ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് വരിക. കാരണം മമ്മിക്കും ഇതേ സമയത്ത് ഇതിലും വിയോടായിട്ടുള്ള വികാരങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് മമ്മി. അപ്പോ പാപ്പുവിന്റെ അടുത്ത് പറയാനുള്ളത് ഇതൊക്കെ നോർമലാണ്. ഒരു ഇമോഷൻ നമുക്ക് എക്സ്ട്രാ ട്രിഗർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഇമോഷന് ക്ലിങ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു റെഗുലർ ലവ് സിനാരിയോയിൽ നിന്ന് ഒരു കൂടുതൽ കിട്ടുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇൻക്ലൈൻഡ് ആവുന്നത്, അല്ല പുതിയൊരു സംഭവം കിട്ടുമ്പോൾ. അപ്പം ഇതെല്ലാം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഇത് നോർമലാണ്. ലൈക്ക് മേ ബി യു വിൽ ഫീൽ ക്രഷ് വിത്ത് ദിസ് ഗൈ, യു വിൽ ഫീൽ ക്രഷ് വിത്ത് അവൻ്റെ അടുത്ത് തോന്നുന്നു, ഇവൻ്റെ അടുത്ത് തോന്നുന്നു. അങ്ങനെ തോന്നിയാൽ പോലും അത് നോർമലാണ്. ഇതിപ്പോൾ സർവൈവ് ചെയ്യാൻ പോകുന്നൊരു കാര്യമല്ല, അതൊരു ഏജിന്റെ ഹോർമോണൽ ഇഷ്യൂസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഞാൻ ചാവണ വരെ ശ്രമിക്കും. വീഴൂല, വീഴും പക്ഷെ എഴുന്നേക്കും. ഓക്കെ. അങ്ങനെയാണ്. വീണ് കഴിഞ്ഞിട്ട് കിടക്കുമ്പോ എന്താ ആലോചിക്കുക?
ഇനി പ്രതികാരം വീട്ടണം അങ്ങനെയൊക്കെ ആലോചിക്കും. ഏ ഓൾറെഡി തളർന്ന് കിടക്കുക. ഇനി ഞാൻ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത എനർജി അതും കൂടെ കളയണോ? ഇനി ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പോവാ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തിരിഞ്ഞു നടന്നിട്ട് പ്രതികാരം വീട്ടണമെന്നോ അതൊന്നും അങ്ങനെയൊന്നും നിൽക്കണില്ല. അപ്പൊ വീണ്ടും നമ്മുടെ സമയം പോവല്ലേ വിഷ്ണു. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, മനസ്സിൽ വരുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ പാടണം. ഓക്കെ. തണലാവുന്ന അച്ഛൻ. തണലാവുന്ന അച്ഛൻ. എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ പാട്ടുകളാണ്. എനിക്ക് അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംഗീതം അച്ഛനാണ്. എന്നെ പാട്ട് പഠിപ്പിച്ചത് എല്ലാം അച്ഛനാണ്. അപ്പോൾ അച്ഛ പഠിപ്പിച്ച പാട്ടുകളൊക്കെയാണ് എൻ്റെ തലയിൽ വരിക. അച്ഛൻ ഫ്ലൂട്ട് വായിക്കുന്നതാണ് ഓർമ്മ വരിക. ഒരു പാട്ട് അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു കണ്ണനാമുണ്ണിക്കോരുമ്മ അൻപോട് നെഞ്ചേറ്റി കൊഞ്ചിച്ച് പുഞ്ചിരി പാലൂട്ടി പിഞ്ചോമന ചുണ്ടിലുമ്മ. അച്ഛൻ ആദ്യം പഠിപ്പിച്ച പാട്ടാണ്. ഞാൻ 3 വയസ്സിൽ ചെയ്ത റെക്കോർഡിങ് അത്. അവന്തിക. അവന്തിക അയ്യോ കൊറേ പാട്ട് വരും. അവന്തിക ആദ്യമായിട്ട് ഒരു നനുത്ത കുട്ടിയുടെ സ്പർശം കയ്യിൽ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പൊ രാരോ പറഞ്ഞു അന്ന് പാടിയത് അതായിരിക്കുള്ളൂ. അമ്മ. ഉയരും നീയേ ഉടലും നീയേ ഉറവും നീയേ തായേ. അനിയത്തി എന്ന ഓൾ ടൈം സപ്പോർട്ടർ. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഞാനും അഭിയും കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഈ പാട്ട് പാടാറുണ്ട്. അന്ന് ആ പാട്ട് ഭയങ്കര ഇപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അഭിനെ പറയുമ്പോൾ എനിക്ക് ഈ പാട്ടാണ് ഓർമ്മ വരിക. ഫൈനലി പ്രണയം. പ്രണയം കോംപ്ലിക്കേറ്റഡ് ഇമോഷൻ. പ്രണയം ഇപ്പോ എന്താ എനിക്ക് പാട്ട് വരുന്നില്ലല്ലോ. പെണ്ണേ നീ പിഴ തൽക്കാലം നല്ലൊരു റൊമാൻറ്റിക് പാട്ട് പാടും. ഇത്രയെല്ലാം ഡിസ്ക്രിപ്ഷൻ തരാം ഞാൻ. ഒരുപാട് മനസ്സിലാക്കുന്ന, അമൃതയെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പാട്ടറിയുന്ന, പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി പാടാൻ പറ്റുന്ന, പ്രണയം തോന്നുമ്പോൾ പാടാൻ പറ്റുന്ന പാട്ട്. കുറച്ച് കഷ്ടമാണ്. ഇപ്പൊ ആ ഇമോഷനേ ഇല്ലേ, കട്ട് ഓഫ് ചെയ്താ? അങ്ങനൊന്നും. എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സ്നേഹം ഇഷ്ടമാണ്, എല്ലാവരോടും എനിക്ക് സ്നേഹം. എനിക്ക് പൊതുവെ ഞാനൊരു സ്നേഹജീവിയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് സ്നേഹത്തിലായി പോകുന്നത്.